ഹായ് ഫ്രണ്ട്സ്, സവിത മധു എന്ന എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ? ഇന്ന് നിൻ്റെ ഒരു പുതിയ വീഡിയോ കാണാം. ഞണ്ട് കറിയാണ് ഇന്നത്തെ വീഡിയോ. എനിക്കിന്ന് കുറച്ച് ഞണ്ട് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ ഞണ്ട് കറി ചെയ്യാമെന്ന്. ഞണ്ട് കറി ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല രുചികരമായൊരു ഞണ്ട് കറി ഇന്ന് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 സവാളയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിതെല്ലാം കൂടി മിക്സിയിൽ പേസ്റ്റാക്കിയിട്ട് വരാം. എല്ലാം ഞാൻ മിക്സിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഞണ്ട് കറി തയ്യാറാക്കാനുള്ള ചട്ടി ഞാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 സവാളയും 4 പച്ചമുളകും അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. പച്ചമുളകും സവാളയും കൂടെ നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഉള്ളിയും പച്ചമുളകും നല്ലതുപോലെ വഴന്നു വന്നപ്പോഴത്തേക്ക് അതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്തു. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അതെല്ലാം വഴന്നു വന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് ഞാൻ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന പേസ്റ്റ്, വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി പേസ്റ്റ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. അതെല്ലാം കൂടി നല്ലപോലെ വഴന്നു വന്നപ്പോഴത്തേക്കും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ചില്ലി പൗഡർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. മല്ലിപ്പൊടി ഇത്തിരി അധികം ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു ശകലം കൂടി ഇട്ട് കൊടുത്തു. മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം 1/4 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡറും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ എല്ലാം കൂടെ വഴറ്റി കൊടുക്കണം. എണ്ണയിൽ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാ ഞണ്ടും അതിലോട്ട് ഇട്ട് കൊടുത്ത ശേഷം എല്ലാം കൂടി മസാലയും ഞണ്ടും എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഞണ്ടും മസാലയും എല്ലാം കൂടെ 2 മിനിറ്റ് ഞാൻ നല്ലതുപോലെ വഴറ്റി നല്ലതുപോലെ ഇളക്കി കൊടുത്തു. ഇപ്പോൾ എല്ലാം നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞണ്ട് വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം പാകത്തിന് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം അതിലോട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കണം. ഞണ്ട് കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഞണ്ട് കറി 20 മിനിറ്റ് വേവിച്ച ശേഷം ഞാൻ അതിലേക്ക് 1 സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, കരിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അതിനുശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അതിനുശേഷം വീണ്ടും 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കണം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് കറി റെഡിയായി വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഞാൻ വിതറി കൊടുത്തു. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞണ്ട് കറി ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കെൻ്റെ ഞണ്ട് കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരേക്കും ബൈ ബൈ.